വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരവാദികളുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാ സേന. ഹരിമരോട്ടോ ഗ്രാമത്തിലെ ഒളിത്താവളത്തിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതിനിടെ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന കുൽഗാം സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അതേസമയം ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ജമ്മു കാശ്മീരിലെ ജയിലുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. പൂഞ്ചിലെ സുരൻകോട്ടിലെ ഹാരിമരോട്ടെ ഗ്രാമത്തിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത്. ടിഫിൻ ബോക്സിലും സ്റ്റീൽ ബക്കറ്റിലും ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ, 2 റേഡിയോ സെറ്റുകൾ, 3 പുതപ്പുകൾ എന്നിവ ഒളിത്താവളത്തിൽ നിന്നും കണ്ടെത്തി. കുൽഗാമിൽ ഭീകരബന്ധമുള്ള ഇംതിയാസ് അഹമ്മദ് മഗ്രേ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാക് ഭീകരരുടെ ഒളിത്താവളത്തിലേക്ക് പോലീസിനെ വഴി കാണിക്കുന്നതിനിടെ ഇയാൾ പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഏപ്രിൽ 23-ന് ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന ഒരു പാക് ഭീകരത്താവളം കണ്ടെത്തിയിരുന്നു. സേനയ്ക്ക് നേരെ വെടിയുതിർത്ത ഭീകരർ രക്ഷപ്പെട്ടിരുന്നു. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായ 11ാം ദിവസവും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദർ, നൌഷേര, സുന്ദർബാനി, അക്നൂർ എന്നീ മേഖലകളിലാണ് പാക് സൈന്യം വെടിവെപ്പ് നടത്തിയത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അതിനിടെ ജമ്മു കശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. സംസ്ഥാനത്തെ ജയിലുകളിൽ സുരക്ഷ ശക്തമാക്കി. ശ്രീനഗർ സെൻട്രൽ ജയിൽ, ജമ്മു കോട്ട്ബൽവാൽ ജയിൽ എന്നിവ ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് മുന്നറിയിപ്പ്. പ്രാദേശിക ഭീകരർക്കെതിരായ നടപടിയുടെ ഭാഗമായി 90 പേർക്കെതിരെ പബ്ലിക് സേഫ്റ്റി ആക്ട് ചുമത്തി. 2800 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിർത്തി കടന്നെത്തിയ ഭീകരർക്കും നാട്ടിലുള്ള സഹായികൾക്കുമായി കാടും നാടും അരിച്ചുപെറുക്കുകയാണ് സുരക്ഷാ സേന. താഴ്വരയിൽ നിന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം. കുൽഗാമിലെ അദ്ബൽ വാട്ടു വനമേഖലയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇന്ത്യ നടപടി കടുപ്പിക്കുന്നതിനിടെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് റഷ്യയുടെ സഹായം തേടി പാകിസ്ഥാൻ. ഇന്ന് ചേരുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം ചർച്ച ചെയ്തേക്കും. ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായി മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. മോസ്കോയിലെ പാക് അംബാസഡറാണ് സഹായം തേടി റഷ്യയെ സമീപിച്ചത്. 1966 യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മധ്യസ്ഥത വഹിച്ചതുപോലെ ഇടപെടണമെന്നാണ് ആവശ്യം. ഇരു രാജ്യങ്ങൾക്കും താത്പര്യമുണ്ടെങ്കിൽ വിഷയത്തിൽ ഇടപെടാൻ റഷ്യ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. അതിനിടെ ഇന്ത്യയിലെത്തിയ ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായി മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ കൂടുതൽ ശക്തമാക്കുന്ന ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നു. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം UN സെക്യൂരിറ്റി കൌൺസിൽ ചർച്ച ചെയ്യും. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ച. ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താത്കാലികമായി നിർത്തിവെച്ചതുൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമത്തിന്റെ ഭാഗമാണ് സുപ്രധാന നയതന്ത്ര നീക്കം. പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലെന്ന പ്രഖ്യാപനം വിഡ്ഢിത്തമെന്നും സിന്ധു നദിയിലെ വെള്ളം ശേഖരിക്കാനുള്ള സ്റ്റോറേജ് ഡാമുകൾ നമുക്കില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര പറഞ്ഞു. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ 11ാം ദിവസവും അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിയുതിർക്കുകയാണ്. തിരിച്ചടിക്കുന്നുണ്ട് ഇന്ത്യൻ സേന എന്നതിൽ തർക്കമൊന്നുമില്ല. എന്താണ് അതിർത്തി ഗ്രാമങ്ങളിലെ ഇന്നത്തെ സാഹചര്യം? അല്പസമയം മുമ്പ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിയുമായി ഒരു നിർണായക കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് രാജ്യം കടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഡൽഹി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിർത്തിയിൽ എന്താണ് അവസ്ഥ? വിജയകുമാർ, ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം 11ാം ദിവസവും ഉണ്ടാക്കുന്നു. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ 8 പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായത്. നിലവിലുള്ള പ്രകോപനത്തിന് അതേ അളവിലുള്ള തിരിച്ചടി എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു നിലപാട് ഏത് നിമിഷവും മാറുമെന്നും എപ്പോൾ വേണമെങ്കിലും കനത്ത തിരിച്ചടിയിലേക്ക് രാജ്യം കടക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെ. അതേസമയം പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളിലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, നീക്കങ്ങൾ എല്ലാം തന്നെ സജീവമാണെങ്കിൽ പോലും ചരിത്രത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാന്റെ സൈന്യവും
സർക്കാരും എന്നുള്ളതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഒരു പ്രതിസന്ധി. അത് മറികടക്കാനുള്ള ചില പ്രകോപനപരമായ പരാമർശങ്ങൾ ആവർത്തിക്കുകയുമാണ്. ഏത് സമയവും കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ രാജ്യം തയ്യാറാണ്. അതേസമയം ഇന്ന് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പാക് ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കുൽഗാം വനമേഖലയിൽ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അബ്ദൽ വാട്ടു വനമേഖലയിലാണ്. ഇവിടെ ഇന്നലെ മുതൽ ഒരു പാക് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഒളിത്താവളത്തിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. അതിന് വഴികാട്ടിയായിരുന്ന ഇംതിയാസ് അഹമ്മദ് മഗ്ലു എന്ന യുവാവാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ ഏപ്രിൽ 23-ന് ഒരു പാക് ഒളിത്താവളം പോലീസിന് കാണിച്ചു നൽകുകയും അവിടെ നിന്നും ഭീകരവാദികളെ കാണുകയും അവർ പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടുകയുമായിരുന്നു. ആ ഒളിത്താവളത്തിൽ നിന്നും തോക്കടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ ഈ ഒരു വനമേഖലയിൽ, ഈ വനമേഖല എന്നുള്ളത് ഈ കുൽഗാം ജില്ലയിൽ ആണെങ്കിൽ പോലും തൊട്ടടുത്ത് ഉള്ള ജില്ലകൾ ഭീകരവാദ സാന്നിധ്യം ഏറെയുള്ള അനന്ത്നാഗ് ജില്ലയോട് ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ വനമേഖല എന്നുള്ളത് ആകട്ടെ പഹൽഗാം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. ഏതാണ്ട് 65 കിലോമീറ്ററോളം ഈ വനമേഖല അപ്പുറമാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാക് ഭീകരരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ ആരംഭിക്കുന്നതിനിടെ ഈ പുഴയിൽ നിന്നും, നമ്മളിപ്പോൾ കാണുന്ന ഈ നദിയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മുകളിൽ വെച്ചായിരുന്നു യുവാവ് രക്ഷപ്പെടാനായി പുഴയിലേക്ക് ചാടുകയും അയാളുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. ഇന്ന് ആ മേഖലയിൽ ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇത് അതികഠിനമായ സാഹചര്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ പുഴയോട് ചേർന്നാണ് ഒളിത്താവളം എന്നാണ് ഈ യുവാവ് നൽകിയ ഒരു വിവരം എന്നുള്ളത്. ഈ സമീപ പ്രദേശങ്ങൾ ചെങ്കുത്തായ മലനിരകളാണ്, കടുത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കടുത്ത മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുകളിലാകട്ടെ ഈ താഴ്വരയിലാകട്ടെ പൈൻ കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ പുറകിൽ മാത്രമാണ് ആൾതാമസമുള്ളത്. സാധാരണ നിലയിൽ ആളുകൾ താമസമില്ലാത്ത തീർത്തും വനമേഖലയാണ്. ബക്രിവാൾ എന്ന ഈ ആട് മേയ്ക്കുന്ന വിഭാഗം മാത്രമാണ് ഇവിടേക്ക് എത്തുന്ന മനുഷ്യർ എന്നുള്ളത്. ഇവരുൾപ്പെടെ ഈ തെരച്ചിലുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെയുള്ള ഒരു അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട് പോലീസ് ഈ പ്രദേശത്ത് നിന്നും അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഭീകരവാദികളുടെ സങ്കേതം ഏത് നിമിഷവും കണ്ടെത്താം എന്നും അവിടെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ടാകാം എന്നുമാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ളവ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എന്തായാലും പലയിടങ്ങളിലും പ്രാദേശിക ഭീകരവാദികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് സുരക്ഷാ സേന. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ, അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു, ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നതിനൊപ്പം തന്നെ ഇവരോടൊപ്പം ഏതാണ്ട് 1.5 വർഷത്തിനും 6 മാസത്തിനും ഇടയ്ക്കായി നിരവധി പേർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി എത്തിയതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത് പിർപഞ്ചാൽ വനമേഖല കൂടാതെ ഈ തെക്കൻ കശ്മീരിലെ വനമേഖല എന്നിവിടങ്ങളിൽ ഇവർ ഒളിത്താവളങ്ങളിലാണ് കഴിയുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവരെ പൂർണ്ണമായും തുടച്ചു നീക്കുക, അതിന് ആദ്യം ഘട്ടം എന്ന നിലയിലാണ് പ്രാദേശിക ഭീകരർക്കെതിരായ കടുത്ത നടപടികൾ. അവർക്കെതിരെ 90 പേർക്കെതിരെ PSA ചുമത്തിയിരിക്കുന്നു. 2800 പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് എന്തായാലും കടക്കുകയാണ്. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയത് കുൽഗാമിൽ നിന്നാണ്. അവിടുത്തെ അതിർത്തി മേഖലയിൽ നിന്നാണ് ബൽറാം വിശദാംശങ്ങൾ നൽകിയത്. ബൽറാം നിൽക്കുന്ന ആ കുൽഗാം മേഖലയ്ക്ക് അപ്പുറത്ത് ഇന്ന് വലിയ പരിശോധന സേനാ വിഭാഗങ്ങൾ നടത്തുന്നുണ്ട്. അതിന് തൊട്ടടുത്താണ് ഈ വിവരങ്ങൾ അറിയാമെന്ന് സുരക്ഷാ സേന കരുതുന്ന യുവാവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുഴയിൽ മരിച്ചു എന്ന് കരുതുന്ന അയാളുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മേഖല നിർണായക കേന്ദ്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ സെക്രട്ടറി ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നു, ചർച്ച നടത്തുന്നു എന്നവരും കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതേസമയം ഭീകരവാദികൾക്ക് കേന്ദ്ര സർക്കാർ ആയുധം കൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് വിമർശിച്ചും പരിഹസിച്ചും ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായ് റഫാൽ വിമാനത്തിന്റെ ചെറുരൂപത്തിൽ നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കിയായിരുന്നു പരിഹാസം. എന്നാൽ അജയ് റായിയെ വിമർശിച്ച് BJP നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തെത്തി. പെഹൽഗാമിൽ ഭീകരർ നിരപരാധികളെ കൊന്നു തള്ളിയിട്ട് 2 ആഴ്ചയാവുന്നു. ഭീകരർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നാണ് അജയ് റായുടെ പരിഹാസം. ആവനാഴിയിൽ പൂജിച്ച് സൂക്ഷിക്കാൻ മാത്രമാണോ ആയുധങ്ങളെന്നാണ് ചോദ്യം. आप राफेल ले आए, नींबू मिर्च बांधकर खड़ी किए हुए हैं, रक्षा मंत्री ने नींबू मिर्च बांधकर खड़ा किया हुआ है. ये किस जो लाए हैं उसका उपयोग कब होगा? कब आतंकवादियों का सफाया होगा? कब आतंकवाद को
बढ़ावा देने वाले लोगों को सफाया करेंगे। എന്നാൽ ഈ ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങൾ ആയുധമാക്കി. പിന്നാലെ അജയ് റായുടേത് പാകിസ്ഥാന്റെ ഭാഷയെന്ന് വിമർശിച്ച് BJP നേതാക്കളും കൂട്ടത്തോടെ എത്തി. റാഫേൽ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അടികിട്ടിയ രാഹുൽ ഗാന്ധിക്ക് അടുത്തടിക്ക് സമയമായെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പരിഹാസം. എന്നാൽ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും 2019 ഫ്രാൻസിൽ വെച്ച് റഫേൽ വിമാനത്തിൽ പ്രതിരോധ മന്ത്രി ആയുധപൂജ നടത്തിയത് ഓർമ്മിപ്പിച്ചതാണെന്നും അജയ് റായ് വിശദീകരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ വാചകമടിയല്ല വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. 24 ഡൽഹി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. കൊല്ലം കുന്നിക്കോട് പേവിഷബാധയേറ്റു കുട്ടി മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കളക്ടറുടെ ഔദ്യോഗിക വാഹനം പ്രവർത്തകർ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സുജിത്ത്, ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കളക്ടർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ പ്രതിഷേധക്കാരോട് സംസാരിച്ചു എന്ന് തോന്നുന്നു? അത്തരം ചില ദൃശ്യങ്ങൾ കൂടി അതിനിടയിൽ കണ്ടതായി തോന്നുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും കളക്ടർ ഈ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെ 11:30യോടെയാണ് ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയത്. ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തകരുമായി, ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായി ഒരു ചർച്ചയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടി മരണപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് കളക്ടർ എത്തിയത്. ഈ മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ച് എത്തുകയായിരുന്നു. അതിനുശേഷം അവർ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. കളക്ടർ പുറത്തേക്കിറങ്ങി കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രവർത്തകർ കളക്ടറെ തടഞ്ഞത്. അതോടുകൂടി കളക്ടർ ഈ ഔദ്യോഗിക വാഹനം മാറ്റി പകരം പോലീസിന്റെ വാഹനത്തിലേക്ക് കയറി കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ ഇതിന് അപ്പോഴേക്കും ചാമക്കാല ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തി ഈ കൂടുതൽ പ്രകോപനപരമായി സമരം ശക്തമാക്കുകയായിരുന്നു. അങ്ങനെ ആ പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് കുത്തിയിരിക്കുകയും പ്രതിപക്ഷ നേതാക്കൾ, അതായത് പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, ഈ വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയായിരുന്നു. ഒടുവിൽ ഈ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടുകൂടി പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് സ്ഥലത്തൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. അതോടുകൂടി കളക്ടർ പോലീസ് വാഹനം ഉപേക്ഷിച്ച് വീണ്ടും ഔദ്യോഗിക വാഹനത്തിലേക്ക് വന്ന് കയറുകയായിരുന്നു. അതിനുശേഷമാണ് പ്രവർത്തകർ ഈ വാഹനത്തിന്, പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നതോടുകൂടി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റി ഇപ്പോൾ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കളക്ടർ കൊല്ലത്തേക്ക് മടങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒന്നും തന്നെ കളക്ടർ തയ്യാറായില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ കുട്ടി മരണപ്പെടാനുണ്ടായ സാഹചര്യവും വാക്സിനേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കളക്ടർ നേരിട്ട് ഇന്ന് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയത്. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിഷേധം വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി അത് മാറുകയായിരുന്നു. നിരവധി പ്രവർത്തകർ ഈ വിഷയം അറിഞ്ഞ് സംഘടിച്ച് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമായി അത് മാറുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മറ്റ് സ്ഥിതി ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യം. ശരി സുജിത്ത്, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. കളക്ടർ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാതെ കൊല്ലത്തേക്ക് മടങ്ങി എന്നാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണുന്നു. അതിനൊക്കെ കപ്പാസിറ്റി നേതൃത്വത്തിനുണ്ടല്ലോ. നമുക്ക് റേസ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്തൊരു വാക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് കിട്ടില്ല. അദ്ദേഹത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം അടക്കം ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതിനകത്ത്. ഒരു KPCC പ്രസിഡന്റ് വന്നതിന് ശേഷം 11 തവണയാണ് അദ്ദേഹത്തെ മാറ്റിയ വാർത്തകൾ വരുന്നത്. അത് ചില മാധ്യമങ്ങൾക്ക് ബോധപൂർവമായ അജണ്ടയുണ്ട്.
കാരണം അദ്ദേഹം ആ മാധ്യമങ്ങൾക്കെതിരായിട്ട്, ആ മാധ്യമങ്ങളുടെ ചില ശരികേടുകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടുമ്പോൾ അദ്ദേഹത്തെ എന്നങ്ങ് മാറ്റിക്കളയാം എന്നുള്ള ചില അജണ്ട ചില മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കാം, മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ അജണ്ടയ്ക്കൊത്തല്ലല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ അജണ്ടയ്ക്കൊത്തല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം നിരന്തരമായി മാറ്റിയിട്ടും അദ്ദേഹം മാറാതിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയിട്ടില്ലല്ലോ നേതൃത്വം. ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലാരിഫൈഡ് ആണല്ലോ. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ചെറുപ്പക്കാർ കാണിച്ച, പാർട്ടിയോട് കാണിച്ച ഉത്തരവാദിത്വവും ആ പാർട്ടിക്കകത്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നുള്ളൊരു മര്യാദയും മുതിർന്ന നേതാക്കന്മാർ എടുക്കണം. അതൊരു അവരുടെ ബാധ്യതയാണ്. അതവർക്ക് അറിയുന്നവരാണ്, അതവർ ചെയ്യണം. അദ്ദേഹം പറഞ്ഞതിന് പോയിന്റ് എന്താണ്? ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. അത് ചില മാധ്യമങ്ങൾ പറയുകയാണ് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റൂ. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. ഞാനൊന്നും അത് തന്നെയല്ലേ പറഞ്ഞത്. ഹൈക്കമാൻഡാണ് ശ്രീ കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചത്. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ എന്നായാലും ഏതെങ്കിലും ഒരു കാലത്ത് ശ്രീ കെ സുധാകരൻ്റെ ടെന്യൂർ കഴിയുമല്ലോ, എൻ്റെ ടെന്യൂർ കഴിയുമല്ലോ. ഞങ്ങളുടെയൊക്കെ ടെന്യൂർ കഴിയുമ്പോൾ ഞങ്ങളെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണ്. അതല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയുമോ? അങ്ങനെ മാറ്റാൻ കഴിയില്ല. അവരല്ലല്ലോ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ മൈക്കും തൂക്കി വരുമ്പോൾ ഓരോരുത്തരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ചില അജണ്ടകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ഹൈലി സെക്യുലറാണ്. അവരുടെ ചോദ്യങ്ങളെല്ലാം ആ സെക്യുലർ ചോദ്യങ്ങളായിരിക്കും. അത് കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തും. അതൊരു അജണ്ടയാണല്ലോ അവരുടെ, പോസിറ്റീവായിട്ടുള്ള അജണ്ട. അതുപോലെ നെഗറ്റീവ് അജണ്ടയുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ മൈക്കുമായി വരുമ്പോൾ ആ മൈക്കിന് മുന്നിൽ പറയുന്ന വാക്കുകൾക്ക് അവരെങ്ങനെയായിരിക്കും അത് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത കൂടി നേതാക്കന്മാർക്ക് ഉണ്ടാകണം. അത്രേ പറഞ്ഞുള്ളൂ. നാളെ അങ്ങനെ ഒരു പോസ്റ്റർ വരും എന്നുള്ള വിവരം അങ്ങേക്കുണ്ടെങ്കിൽ എനിക്കെന്തായാലും അങ്ങനെ ഒരു വിവരമില്ല. നാളെ അങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിയേക്കുമെന്ന് അങ്ങേക്ക് തന്നെ വിവരമുണ്ട് എങ്കിൽ ആ വിവരം തന്ന സോഴ്സിന്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ ചോദ്യം, ശ്രീ കെ സുധാകരൻ കേരളത്തിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകത എന്താ? എല്ലാവരും വലിയ ജനസ്വീകാര്യതയുള്ള ആളുകളാണ്. നിങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെ പറ്റി ചോദിക്കുന്ന ഒരു നെഗറ്റീവ് നോട്ടിൽ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്. ഒരു നേതാവല്ലെന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. CPM ഒറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവും ആ നേതാവിൻ്റെ കുടുംബമാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് ഓരോരുത്തരും എടുത്ത ക്രൗഡ് പുള്ളേഴ്സാണ്. ശ്രീ കെ സുധാകരൻ കേരളത്തിൻ്റെ ഏത് ജംഗ്ഷനിൽ പോയാലാ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടു കൂടി ഒത്തുകൂടാത്തത്? അതുപോലെയാണ് എല്ലാ നേതാക്കന്മാരും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഹൈലി പൊട്ടൻഷ്യലാണ്, ഹൈലി പോപ്പുലസ് ആണ്. അത് ഞങ്ങളുടെ അസറ്റാണ്. അത് ശ്രീ കെ സുധാകരൻ മാത്രമല്ല. ശ്രീ കെ സുധാകരൻ എങ്ങനെയാണ്, ശ്രീ KC വേണുഗോപാൽ എങ്ങനെയാണ്, ശ്രീ VD സതീശൻ എങ്ങനെയാണ്, ശ്രീ രമേശ് ചന്ദ്രൻ എങ്ങനെയാണ്, ശ്രീ K മുരളീധരനും ശ്രീ ശശി തരൂരും അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം, സീനിയർ നേതാക്കന്മാർ, അതല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് അതല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയില്ല എന്ന് നിങ്ങളല്ലേ പറയുന്നുള്ളൂ, ഞങ്ങളാരും പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട്. അദ്ദേഹത്തിന് വലിയ പിന്തുണയുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന് ഏറ്റവും വലിയ ആവേശം സമ്മാനിച്ചിട്ടുള്ള പ്രസിഡന്റ് അല്ലേ അദ്ദേഹം. അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിന് പിന്തുണയില്ല എന്ന് നിങ്ങളാണ് വാർത്ത എടുക്കുന്നത്. അപ്പോൾ അങ്ങ് തന്നെ അത് തിരുത്തിയാൽ മതി. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസിലെ ചർച്ചകളോട് പ്രതികരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്വത കാണിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. യുവ നേതാക്കൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല, ആ വിമർശനം കൂടി താങ്ങാനുള്ള ശേഷി പാർട്ടിക്കില്ല എന്നാണ് പറയുന്നത്. സാധാരണ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുത്, നേതൃത്വം തുടരുകയോ തുടരുന്നില്ലേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നൊക്കെ ഹൈക്കമാൻഡിനോട് പറയുന്നു. വരാൻ പോകുന്ന അംഗൻവാടി തെരഞ്ഞെടുപ്പല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയുന്നത്. ഈ വിമർശനങ്ങളൊന്നും KPCC അധ്യക്ഷനെ വ്യക്തിപരമായല്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. കെ സുധാകരന്റെ എതിർപ്പ് അവഗണിച്ചും KPCC പുനഃസംഘടനയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട്. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാകും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിലെ അനിശ്ചിതത്വത്തിൽ അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കെ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഡൽഹിയിൽ സമവായത്തിലെത്തിയ ശേഷം കേരളത്തിലെത്തി നിലപാട് മാറ്റിയത് എന്തുകൊണ്ട് എന്നത് ഹൈക്കമാൻഡ് പരിശോധിക്കും. അപ്പോഴും കെ സുധാകരനെ നീക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഹൈക്കമാൻഡ് പിന്നോട്ടില്ല. KC വേണുഗോപാൽ സുധാകരനുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തും. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ആന്റോ ആന്റണിക്ക് തന്നെയാണ് മുൻഗണന. കടുത്ത അമർഷത്തിലുള്ള കെ സുധാകരൻ
KPCC ആസ്ഥാനത്തെത്തിയെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നിലവിലെ അനിശ്ചിതത്വത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. തീരുമാനം എന്തായാലും വേഗത്തിൽ വേണം. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണ് നിലവിലെ അനിശ്ചിതത്വമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു. അതിനിടെ പാലക്കാട് DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പിണറായിയെ അടിച്ചിടാൻ കെ സുധാകരൻ മാത്രമേയുള്ളൂവെന്നും കെ സുധാകരൻ ഇല്ലെങ്കിൽ CPIM മേഞ്ഞു നടക്കുമെന്നുമാണ് പോസ്റ്ററിലുള്ളത്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റു മരിച്ച 5.5 വയസ്സുകാരി സിയ ഫാരിസിന്റെ കുടുംബം. കുഞ്ഞിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കൊച്ചി കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. തെരുവുനായ ആക്രമിച്ചതിനു ശേഷം ഉടൻ തന്നെ 5.5 വയസ്സുകാരി സിയ മോളെ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതാണ്. എന്നാൽ ഗൗരവം ബോധ്യപ്പെട്ടിട്ടും ഒബ്സർവേഷനിൽ നിർത്താതെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ചികിത്സാ വീഴ്ചയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവരെ സമീപിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. തെരുവുനായ ആക്രമം പെരുകുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ABC സെന്റർ വഴി 14,000 നായ്ക്കളെ വന്ധ്യംകരണം ചെയ്തെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. നമുക്കൊരു അനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഉണ്ട് വെള്ളിമാടുകുന്ന്. 2019 സ്ഥാപിച്ചതാണ്. 6 വർഷം പിന്നിട്ടു. 6 വർഷത്തിനിടയിൽ 14,000 നായ്ക്കളെയാണ്, എന്നുവെച്ചാൽ ആണ് പെണ്ണിനെയൊക്കെ നമ്മൾ വന്ധ്യംകരണം നടത്തി പുറത്തുവിട്ടിട്ടുള്ളത്. തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വളരെ കാര്യക്ഷമമായി ഈ രംഗത്ത് ഇപ്പം നിലവിൽ തന്നെ 8,400 ABC ചെയ്തെങ്കിലും അതോടൊപ്പം തന്നെ 3,000 നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്തു, തെരുവുനായ്ക്കളെ. അത് മിഷൻ റാബിസ് എന്ന ഗോവ ബേസ് ചെയ്തൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓഗസ്റ്റിൽ ഞങ്ങൾ 10,000 നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കോഴിക്കോട് കൊച്ചി ബ്യൂറോക്കൊപ്പം 24 മലപ്പുറം. സംസ്ഥാനത്ത് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം ഉയരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രം. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ABC പദ്ധതികൾ ഉൾപ്പെടെ ഫലപ്രദമാകുന്നില്ല. കേന്ദ്ര നിയമത്തിന്റെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ ഫലപ്രദമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. വന്ധ്യംകരണം മാത്രമേ ചെയ്യാനാവൂ. അതിന് തന്നെ ഇത്രയും കർശനമായ വ്യവസ്ഥ വെച്ചാൽ എങ്ങനെയാണ്? ഒന്ന് ലഘൂകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട്. ഇതുവരെ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പൂരാരവത്തിലാണ് തൃശൂർ. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെയാണ് പൂര വിളംബരമായത്. ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷിയായത്. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. തെക്കേ ഗോപുരനടയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും സ്മിത ഹരിദാസും വിശദാംശങ്ങളുമായി ചേരുന്നു. ഹാഷ്മി, സ്മിത, ഇതിപ്പോൾ നമ്മൾ എല്ലാ വർഷവും പൂരത്തിന് തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു ഗജരാജൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്ന കാഴ്ച കാണാറുണ്ട്.
അപ്പോൾ ഇത് ആ കാഴ്ച എല്ലാ വർഷവും നമുക്ക് പുതിയതുപോലെ അനുഭവപ്പെടും. അപ്പോൾ പൂരത്തിൻ്റെ ആവേശം അതുതന്നെയാണ്. അപ്പോൾ വിളംബരം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന്. എന്താണ് പൂരനഗരിയിലെ തെക്കിൻകാട് മൈതാനത്തെ തെക്കേ ഗോപുരനടയിലെ ഘടകക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ? ഹാഷ്മി, സ്മിത. അതുതന്നെയാണ് വിജയകുമാർ. ഇനിയിപ്പോൾ വരുന്ന 10-60 മണിക്കൂറുകൾ സമാനതകളില്ലാത്ത, ലോകത്തിന് തന്നെ വിസ്മയമാകുന്ന താളമേള നാദ ശബ്ദ വിസ്മയങ്ങളുടെ മണിക്കൂറുകളാണ് അതിലേക്ക് വന്നിരിക്കുന്നു, അതിലേക്ക് വീണിരിക്കുന്നു. പൂർണ്ണമായി തന്നെ പൂരം വൈബിലേക്ക് അമർന്നിരിക്കുന്നു തൃശ്ശൂർ എന്ന് ഉറപ്പായും പറയും വിജയകുമാർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ തെക്കേ ഗോപുര നട തുറന്ന് ഇവിടുത്തെ എണ്ണം, കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളിലൊന്ന് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വന്ന് അത് ഒന്നല്ല മൂന്നാവർത്തി അതിൻ്റെ തുമ്പിക്കൈ ഉയർത്തി ഇവിടെ കൂടി നിന്ന ആയിരക്കണക്കിനായ മനുഷ്യർ അഭിവാദ്യം ചെയ്ത് അതങ്ങോട്ടേക്ക് നിലപാട് തറയിലേക്ക് പോകുന്നതോടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, പൂര വിളംബരം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂർത്തിയായി. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയത്ത് ഒരു ചെറിയ ആശങ്ക നമുക്കുണ്ടായിരുന്നു. ഉണ്ടാകുമ്പോഴും തൃശ്ശൂരാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കൊരാശങ്കയില്ല, തരിമ്പിന് പോലും ഒരല്പം പോലും പതറാതെ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് തൃശ്ശൂരെ നമ്മൾ കണ്ടു. അവർ പറഞ്ഞായിരുന്നു സത്യം, നമ്മുടെ ആശങ്ക വെറുതെയുള്ള ആശങ്കയായിരുന്നു മനസ്സിലായി. ഇവിടുന്ന് ഇപ്പോഴും ചെറിയ കാർമേഘങ്ങളുണ്ട്, പക്ഷേ വെയിൽ മാറി നിൽക്കുന്നു, നല്ല ചൂടാണ്. ആയിരക്കണക്കിനായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ നമ്മൾ വരുമ്പോൾ കണ്ടത് 100-100 താഴെ ആൾക്കാരാണെങ്കിൽ ഏതാണ്ട് പൂര വിളംബരത്തിന് സമയമാകുമ്പോഴേക്കും ഇവിടെ നിന്ന് കാണാദൂരത്തോളം ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ബാക്കി വരുന്ന മഹാഭാരതത്തിനെ കുറിച്ച് നമ്മൾ പറയും. ഇതിലുള്ളത് അല്ല, ലോകത്ത് എവിടെയുള്ളതും ഇതിലുണ്ട്, ഇതിലില്ലാത്തത് മറ്റെവിടെയും കാണില്ല. തൃശ്ശൂർ പൂരം അങ്ങനെ തന്നെയാണ്. പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേർക്ക് അത് പൂരം കൊട്ടിക്കയറുന്ന പഞ്ചവാദ്യമോ താളമേളങ്ങളോ ഒക്കെ ആയിരിക്കും. മറ്റു ചിലർക്ക് ആനയായിരിക്കും, ചിലർക്ക് കുടമാറ്റമായിരിക്കും, വർണ്ണപ്പൂരങ്ങളായിരിക്കും. പക്ഷെ വേറെ ഒരു വിഭാഗമുണ്ട്, അവരിവിടം കൊണ്ട് ജീവിതം കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒരുപാട് പേരെ, അതിപ്പോൾ പന്തൽ പണിക്കാരാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അങ്ങനെ ഉണ്ട്. ഈ മോളെ നോക്ക്, കഹാസേ ഹേ, ഹിന്ദി മാലൂം നെയ്യ क्या मालूम है? तमिल तमिल നമ്മൾ ഒന്നൊന്നര തമിഴ്. പേരെന്നാ? മുത്താരി. ഊരങ്ക് മധുര മധുര എന്ന് വന്നു എങ്ങനെ ചോദിക്കാം? എന്നേക്ക് വന്നത്? 3 நாள் ஆகுது. அப்படியா? அப்பா அம்மா அங்க உட்கார்ந்திருக்காங்க. ஓகே. ഇതെന്നാ? ബലൂൺ. എത്ര? 50. കണ്ടോ? അപ്പൊ ഈ മോളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ആ സന്തോഷത്തിന്, നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് അതിന് വർണ്ണം മിഴിവേകുന്നവരാണ് ഇവര്. അപ്പൊ ഇവരുമുണ്ട് ഇതുപോലെ എത്ര ജീവിതങ്ങൾ നമുക്ക് ഇവിടെ കാണാമെന്നറിയോ? തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ താളമേളങ്ങളുടെയും വർണ്ണങ്ങളുടെയും മാത്രമല്ല, കുറെ ജീവിതങ്ങളുടെ കൂടിയാണ് എന്ന് പറയുകയായിരുന്നു നമ്മുടെ പുറകിൽ. വിജയമാർ, ഇന്നത്തെ പ്രധാന ചടങ്ങ് പൂരമുള്ളവരാണ്, അത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഓരോ ഘടകപൂരങ്ങളും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. 6 ഘടകപൂരങ്ങൾ ഒരുക്കുന്ന അരങ്ങിലേക്ക് അങ്ങോട്ടേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ഒക്കെ ഇറങ്ങാൻ പോകുന്നു. അങ്ങോട്ട് ഇനിയിപ്പോ ഒരു വൈബാണ്, ഇനിയിപ്പോ ഒരു ആഘോഷത്തിന്റെ മണിക്കൂറാണ് തൃശ്ശൂർ. വിജയം. ശരി, ഹാഷ്മിയും സ്മിതയുമാണ് വിവരങ്ങൾ നൽകിയത്. ഇരുവരും വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിന്നാണ്. നാളെ രാവിലെ മുതൽ തന്നെ ഘടകപൂരങ്ങൾ അവിടേക്ക് വരും. ഇലഞ്ഞിത്തറ മേളം, അതുപോലെ മഠത്തിൽ വരൂ പഞ്ചവാദ്യം, അങ്ങനെ മേളങ്ങളുടെ, താളങ്ങളുടെ, കാഴ്ചകളുടെ ഒക്കെ വസന്തമാണ് നാളത്തെ പകൽ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന അഭ്യൂഹങ്ങൾക്കിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, പുതിയ KPCC അധ്യക്ഷനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണോ ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ വ്യക്തമാക്കുന്നത്? തീർച്ചയായും വിജയകുമാർ, നമുക്ക് അങ്ങനെയുള്ള ചില സൂചനകൾ കൂടി തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത്തരം സൂചനകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് എത്തിയതിന് പിന്നാലെ നേരെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കാണ് പോയത്. ജൻപത് 10-ലെ വസതിയിലെത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അത് നേരെ എയർപോർട്ടിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ പ്രസ്താവനയും വാർത്താസമ്മേളനവും ഒക്കെ നടത്തുകയും അദ്ദേഹത്തിന്റെ നിലപാടടക്കം അക്കാര്യത്തിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയും വലിയൊരു നീക്കം കോൺഗ്രസിനുള്ളിൽ നടന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നയിക്കുന്ന K സുധാകരന്റെ മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഒരു കൂട്ടം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ KC വേണുഗോപാലിന്റെ വസതിയിലാണ്. കൂടിക്കാഴ്ച പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാൽ ഈ വസതിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്.
നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തെ സംസാരിക്കാനൊക്കെ അദ്ദേഹവുമായി നമ്മൾ സമീപിച്ചിരുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും നിലവിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ കേരളത്തിൽ നിന്നും നേരെ എത്തി അദ്ദേഹം നേരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ ചൂടുപിടിച്ചതിന് പിന്നാലെ താൻ മാറില്ല എന്നും തന്നെ മാറ്റേണ്ടതില്ലെന്നും തന്നെ മാറ്റുകയാണെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ ഡൽഹിയിലേക്ക് വിളിക്കേണ്ടതില്ലല്ലോ എന്നുമൊക്കെയായിരുന്നു KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയും ഒരു കൂട്ടം നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചുവെന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്നുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരുപക്ഷെ ഇന്ന് ഈ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള അതിനിടയിൽ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചകൾ നടത്തി എന്നൊക്കെ ചില വിവരങ്ങളുണ്ട്. അത്തരമൊരു ചർച്ച നടന്നതായി എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ നേതൃമാറ്റം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവുമായി രാഹുൽ ഗാന്ധി ഒരു വട്ടം ചർച്ച നടത്തി എന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് KPCC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളിലൂടെ പറയുന്നു. തന്നെ മാറ്റേണ്ട കാര്യമില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുകയും ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി സംസാരിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വരികയാണ്. കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം വസതിയിലേക്ക് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ പറഞ്ഞു, നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ പറയും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച, സൗഹൃദ കൂടിക്കാഴ്ച ഇതാണോ? രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഇതാണോ? യെസ്, എന്തായാലും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ മാറുമെന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളല്ലേ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഹൈക്കമാൻഡിന്റെ ഭാഗമായ KC വേണുഗോപാൽ ചോദിക്കുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ, ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് എത്താം. കർണാടകത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ, നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. പാർട്ടി എന്തെങ്കിലും തീരുമാനം പാർട്ടിക്ക് അത് അറിയിക്കും. അതല്ല യെസ്, ഏതായാലും അത്തരമൊരു ചർച്ച, അത്തരമൊരു മാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ KC വേണുഗോപാൽ തയ്യാറല്ല. പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനോ നിലവിലുള്ള അധ്യക്ഷനെ തുടരാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് KC വേണുഗോപാൽ പറയുന്നത്. അദ്ദേഹം KPCC അധ്യക്ഷനെ മാറ്റുമെന്നോ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുമെന്നോ നിലവിലുള്ള പ്രസിഡന്റ് തുടരുമെന്നോ ഒന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ KC വേണുഗോപാൽ. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് ഈ പ്രതികരണം. അപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ, അതോ KC പറഞ്ഞതുപോലെ ഈ പുതിയ പ്രസിഡന്റ് തുടരുമോ, പുതിയ പ്രസിഡന്റ് വരുമോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനം അറിയിക്കും. മാധ്യമപ്രവർത്തകർ അത്തരം തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് കുറച്ച് ദേഷ്യത്തിലാണ് എന്ന് തോന്നുന്നു പ്രതികരിച്ചത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ KC വേണുഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. പറയാൻ കാരണം തിങ്കളാഴ്ച നിങ്ങളിപ്പോൾ എല്ലാം ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്, തിങ്കളാഴ്ച തീരുമാനം എടുക്കും. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. തീരുമാനം എടുക്കാനല്ലേ, പാർട്ടിയെ വലിച്ചിഴക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യം. യെസ്, ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷനെ മാറ്റുമോ പുതിയ അധ്യക്ഷനെ കൊണ്ടുവരുമോ എന്നതിലൊക്കെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അത്തരം ചർച്ചകൾ, മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ചർച്ചകളോട് ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് KC വേണുഗോപാൽ ആവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. റിയാദിലെ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. 12ാം തവണയാണ് കോടതി ഈ കേസ് നീട്ടിവെക്കുന്നത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, ഈ 11 തവണയും ഈ കേസ് മാറ്റുന്നതിനൊരു കാരണം കോടതി പറഞ്ഞിരുന്നില്ല. 12ാം തവണയും അതുതന്നെയാണല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നു എന്നതിന് കോടതി ഇത്തവണയും കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? വിജയകുമാർ, അബ്ദുറഹീം കേസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 12ാമത്തെ തവണയും നീട്ടിയിരിക്കുകയാണ് റിയാദിലെ കോടതി. 19 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം
ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് വന്നിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് മോചനത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. കേസ് 12ാമത്തെ തവണയും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ. ഇന്ന് നിർണായകമാണ് എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി പറഞ്ഞിരുന്നത്. കാരണം ഇതുവരെ കഴിഞ്ഞ 11 തവണയും കേസ് നീട്ടിവെച്ചത് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി, അതായത് ഒറിജിനൽ രേഖകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിൽ എത്താൻ വൈകിയതാണ് കേസ് നീട്ടിവെക്കാൻ കാരണം എന്നാണ് സഹായ സമിതി അറിയിച്ചിരുന്നത്. ഇപ്പോൾ റിയാദിലുള്ള ഗവർണറേറ്റ് ആ കേസ് ഫയലിന്റെ ഒറിജിനൽ രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഹായ സമിതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി മറ്റൊരു തടസ്സം ഉണ്ടായില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും തടസ്സം നേരിട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥ ഇപ്പോഴുള്ള തടസ്സം എന്താണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത്. 1.5 കോടി സൗദി റിയാൽ ഈ സൗദി ബാലന്റെ കുടുംബത്തിന് ദിയാധനമായി നൽകിയ ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇതോടെ സ്വകാര്യ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസൊക്കെ തീർന്നു. ഇനി പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് തീർപ്പാകാനുള്ളത്. മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. ഈ 12ാമത്തെ തവണ ഈ കേസ് നീട്ടിവെച്ചിരിക്കുകയാണ് വിജയകുമാർ. യെസ്, അബ്ദുൾ റഹീം കാത്തിരിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ. കേസ് വീണ്ടും കോടതി നീട്ടി. ജലീൽ ഖണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച കേസിൽ കുറ്റം സമ്മതിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി കൃത്യസമയത്ത് അപേക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹാൾ ടിക്കറ്റ് വ്യാജമായി തയ്യാറാക്കിയെന്നാണ് ഗ്രീഷ്മയുടെ കുറ്റസമ്മതം. ഹാൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രമായി പത്തനംതിട്ട നൽകിയതിനാൽ വിദ്യാർത്ഥി പരീക്ഷ എഴുതില്ല എന്ന് കരുതിയെന്നും ഗ്രീഷ്മ മൊഴി നൽകി. ഗ്രീഷ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നീറ്റ് ഹാൾ ടിക്കറ്റ് ക്രമക്കേടിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. പത്തനംതിട്ട പോലീസ് നെയ്യാറ്റിൻകരയിലെത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തി. പണവും നൽകി. എന്നാൽ അപേക്ഷ സമർപ്പിക്കാൻ മറന്നുപോയെന്നും പിന്നീട് കൃത്രിമ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നുമാണ് ഗ്രീഷ്മയുടെ മൊഴി. ഹാൾ ടിക്കറ്റിൽ കൃത്രിമം കാട്ടിയെങ്കിലും ഗ്രീഷ്മയ്ക്ക് ബാർകോഡും സാക്ഷ്യപത്രവും തിരുത്താനായില്ല. ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിയെയും അമ്മയെയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കും. വിദ്യാർത്ഥിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ് പോലീസ് നിഗമനം. 24 പത്തനംതിട്ട, തിരുവനന്തപുരം. കെ.സി. വേണുഗോപാൽ പറയുന്നത് അധ്യക്ഷ മാറ്റം ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരുമാനമുണ്ടായാൽ അത് മാധ്യമങ്ങളെ അറിയിക്കും. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നു. തീരുമാനമെടുക്കാൻ ഒരു യോഗവും ചേർന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയത് മറ്റു ചില വിഷയങ്ങളാണ് എന്നുകൂടി കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, കെ.സി. വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് ചേരുന്നത്. വിനീത, കെ.സി. വേണുഗോപാൽ കുറച്ച് ക്ഷുഭിതനായാണല്ലോ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ പുറത്ത് നടക്കുന്ന ചർച്ചയിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ടെന്ന് തോന്നുന്നു. ഇന്നലത്തെ KPCC അധ്യക്ഷന്റെ പ്രതികരണം, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമൊക്കെ ഹൈക്കമാൻഡിനും കുറച്ച് അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ അധ്യക്ഷമാറ്റം സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവുമില്ല അല്ലേ? അത് തന്നെയാണ് വിജയകുമാർ. ഈ അധ്യക്ഷമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല അദ്ദേഹം. പക്ഷേ അതേസമയം ഉചിതമായ സമയത്ത് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്താൽ മാധ്യമങ്ങളെ ഞങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ അധ്യക്ഷമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയതിന് തൊട്ട് പിന്നാലെ നേരെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പോയാണ് ആ കൂടിക്കാഴ്ച നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അധ്യക്ഷമാറ്റം ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു സൂചനകൾക്കിടെ അല്ലെങ്കിൽ അത്തരമുള്ള അഭ്യൂഹങ്ങൾക്കിടെ നടത്തിയ കൂടിക്കാഴ്ച ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പാർട്ടിയിലെ 2 നേതാക്കൾക്ക് മറ്റ് എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെയാണ് ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധ്യക്ഷമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് രാഹുൽ ഗാന്ധിയുമായി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളെ അറിയിക്കും. അതിന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം വഴി തന്നെ ഞങ്ങളത് മാധ്യമങ്ങളെ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഒപ്പം
ഒപ്പം തന്നെ ഇന്ന് ഈ മാറ്റം ഉണ്ടാകുമോ എന്നോ അല്ലെങ്കിൽ ഇന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമോ എന്നുള്ള കാര്യമൊന്നും അങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ഞങ്ങൾ ഔദ്യോഗികമായി ആരെയും അറിയിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്നലെ സുധാകരൻ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് താൻ സുധാകരന് മറുപടി പറയേണ്ട ആളല്ല, താൻ അതിന് മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യക്ഷ മാറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താൻ പറയേണ്ടതെന്നായിരുന്നു കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത് ഈ മാറ്റമുണ്ടാകുമോ, അധ്യക്ഷനെ ഇന്ന് മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചതല്ല. ഒപ്പം തന്നെ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അത് അവിടെ നിൽക്കട്ടെ, അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിൽ ഏതെങ്കിലും ശരി വിനീത, എന്തായാലും ഈ മാറ്റുമെന്ന വാർത്തകൾ തള്ളുന്നില്ല. പക്ഷെ ആ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത് മാറ്റിയാൽ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെയാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഈ പുറത്ത് നടക്കുന്ന ചർച്ചകൾ, അതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിലൊക്കെ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. ആ അതൃപ്തിയാണ് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ KPCC അധ്യക്ഷനെ മാറ്റും അല്ലെങ്കിൽ KPCC അധ്യക്ഷനെ നിലനിർത്തും, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നില്ല. അതുണ്ടാകുമ്പോൾ അറിയിക്കാം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്തി എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയാണ്. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു പുതിയ മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ വസ്തുത അറിയില്ല. വൈകാതെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും എന്ന് കരുതാം. ഒരു പ്രകോപനമാണ് ഈ ഘട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ എന്നതിൽ തർക്കമില്ല. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വേദിയിലിരുന്നത് വിവാദത്തിൽ. മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതി ഉദ്ഘാടന ചടങ്ങിലാണ് ക്ഷണിക്കാതെ KK രാഗേഷ് പങ്കെടുത്തത്. വിവാദം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശാനാണ് എന്ന് KK രാഗേഷിന്റെ മറുപടി. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതിൽ CPIM രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലെ മുൻനിരയിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഇടം പിടിച്ചത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ CPIM ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ MP എന്ന നിലയ്ക്കോ KK രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്നാണ് DTPCയുടെ വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയപ്പോൾ സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വേദിയിലിരുന്നതെന്നാണ് KK രാഗേഷിന്റെ ന്യായീകരണം. വിവാദം രാജീവ് ചന്ദ്രശേഖരെ വെള്ളപൂശാൻ. മുൻ MP എന്നുള്ള നിലയിൽ എന്നോട് സ്റ്റേജ് വേദിയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ കയറിയിരുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശ്രമമുണ്ടായത്. ആ ശ്രമത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വാർത്ത കൊടുത്തത്. വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോൾ BJP മാത്രമല്ല കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നു. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ വേദി പങ്കിട്ടതും കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കൊപ്പം CPIM ജില്ലാ സെക്രട്ടറി വേദി പങ്കിട്ടതും തമ്മിൽ എന്ത് വ്യത്യാസമെന്നാണ് ഉയരുന്ന വിമർശനം. 24 കണ്ണൂർ. തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചു. ചിത്രം പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നടൻ ബിനു പപ്പുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വിദ്യാർത്ഥി അയച്ചു നൽകുകയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് M രഞ്ജിത്തും കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. മലപ്പുറത്ത് നിന്നും വാഗമണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. യാത്രക്കിടയിൽ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ബസ് നിർത്തിയിട്ടപ്പോൾ പുറകിൽ വന്ന വാഹനത്തിലുണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വണ്ടി നമ്പർ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നടൻ ബിനു പപ്പുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അയച്ചുകൊടുത്തു. പിന്നീട് ബിനു പപ്പു ദൃശ്യങ്ങൾ തുടരും സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു. വ്യാജപതിപ്പ് പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നിർമ്മാതാവ് M രഞ്ജിത്ത് 24നോട് പറഞ്ഞു. സിനിമ എടുത്തോണ്ട് വന്ന് അത് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പരസ്യമായി കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ GST ആയിട്ടും എന്റർടൈൻമെന്റ് ടാക്സ് ആയിട്ടും ഒക്കെ ഈ സർക്കാരിന് തന്നെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഇത്. മൊത്തം അത് നശിപ്പിക്കുക കൂടിയാണല്ലോ ഇതിൽ കൂടെ ചെയ്യുന്നത്. തെളിവും പരാതിയും ലഭിച്ചാൽ ശക്തമായി നടപടികൾ സ്വീകരിക്കുമെന്നും വ്യാജപതിപ്പിറക്കുന്നത് സാമൂഹിക ദ്രോഹമാണെന്നും സജി ചെറിയാൻ. പല പ്രധാനപ്പെട്ട സിനിമകളും വ്യാജപതിപ്പിറക്കി ആ സിനിമയുടെ കാഴ്ചയ്ക്കുള്ള സാഹചര്യത്തെ ദുർബലപ്പെടുത്തുക സിനിമാ വ്യവസായത്തോട് കാണിക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്. കൃത്യമായി പരാതിയും തെളിവും കിട്ടിയാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചിത്രത്തിന്റെ ബജറ്റും ലഭിക്കുന്ന കളക്ഷനും വെച്ച് നോക്കിയാൽ മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മാറുകയാണ് മോഹൻലാൽ നായകനായ തുടരും. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. 24 കൊച്ചി.
നടനെതിരായ പരാമർശത്തിൽ നിലപാടിൽ ഉറച്ച് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. എന്നാൽ നടന്റെ പേര് പറയില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മറുപടി. പരാതി നൽകിയാൽ മാത്രം നടപടിയെടുക്കാനാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടീസർ ലോഞ്ച് വേദിയിൽ വെച്ചായിരുന്നു നടനെതിരെയുള്ള പരാമർശം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിൽ നിന്ന് തിരികൊളുത്തിയേക്കാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. പിന്നാലെ നടന്റെ പേര് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തി. ഒരു നടന്റെ പേര് ചർച്ചയാകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. താൻ ഒരു നടന്റെ പേരും പറഞ്ഞിട്ടില്ലെന്നും പേര് വെളിപ്പെടുത്തില്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ 24-നോട്. എനിക്ക് പേര് പറയാനായിട്ട് താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ ആ വ്യക്തി, ആ നടൻ ഇന്ന് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പ്രശ്നം തീർക്കുന്നില്ലെങ്കിൽ അത് അസോസിയേഷന് മുന്നിലെത്തുമ്പോൾ ആ നടന്റെ പേരറിയാലോ. പരാതി കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കും. പരാമർശത്തിൽ തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. എന്നാൽ പരാതി നൽകിയാൽ മാത്രം നടപടിയെടുക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. 24 കൊച്ചി. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിനെതിരെ CPI സംഘടന ജോയിന്റ് കൗൺസിലും രംഗത്ത്. വനം വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്നും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും ധിക്കാരവും ഇല്ലാതാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. വിവാദങ്ങൾക്കിടെ ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ വേടൻ ഇന്ന് പാടും. വേടന്റെ അറസ്റ്റിൽ പ്രതിരോധത്തിലായ വനം വകുപ്പിന് ഭരണമുന്നണിയിലും ഒറ്റപ്പെടൽ. നാട്ടിൽ ജനാധിപത്യ ഭരണമെന്ന് മറക്കരുതെന്ന ഉദ്യോഗസ്ഥർക്ക് ഭരണാനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ മുന്നറിയിപ്പ്. വനം വകുപ്പിന് അനാവശ്യമെടുക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ. യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണമാണെന്ന് ചില ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ചെറിയ പ്രശ്നം ഇതാണ്. മാത്രമല്ല, ഒരു വേടൻ നിരപരാധിയാണെന്ന് ഒരുവിധം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആകെ 6 ഗ്രാം എന്തോത്തിനകത്തും കഞ്ചാവ് എത്രയായിരുന്നാലും കേസ് തന്നെയാണ്. എന്നാലും 6 ഗ്രാമിനകത്താണെന്നാണ് പിന്നെ റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ ആവശ്യമില്ലാത്തൊരു പുലിനകത്തിൻ്റെ കൂടി ആ വിവാദം അതിനകത്ത് കൊണ്ടുവന്നു. വേടനെ അനാവശ്യമായ വേട്ടയാടി ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി വേണമെന്നും ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ ഇടുക്കിയിലെ സർക്കാർ വാർഷിക പരിപാടിയിൽ ഇന്ന് പാടും. വൻ ജനാവലി പ്രതീക്ഷിക്കുന്ന പരിപാടി കനത്ത സുരക്ഷയിലാണ് നടത്തുക. 24 തിരുവനന്തപുരം. വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.